നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് ഹൗറ സ്റ്റേഷനിലേക്കാണ്. ഹൗറ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രാധാന്യമുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് 1854 ഓഗസ്റ്റ് 15 നിർമ്മാണം തുടങ്ങിയ ഹൗറ മെയിൻ ബിൽഡിംഗ്. അവിടെ ആദ്യത്തെ റെയിൽവേ ലൈൻ സ്റ്റാർട്ട് ചെയ്ത് ഹൗറ ഹൂഗ്ലി മെയിൻ ലൈൻ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം 600 പാസഞ്ചർ ട്രെയിനുകളോളം 600-ൽ പരം പാസഞ്ചർ ട്രെയിനുകളോളം സർവീസ് നടത്തുകയും 255 മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളും 500 സബർബൻ ട്രെയിനും ഡെയിലി യാത്ര പോകുന്ന ഈ ഹൗറ സ്റ്റേഷൻ അതിൻ്റെ പരിസരത്തൂടെ നടന്നു പോകുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് ഇന്ത്യയിലെ ആദ്യകാല റെയിൽവേ സ്റ്റേഷനുകളിൽ, അതായത് നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഇവിടെ കൽക്കട്ടയിലായിരുന്നല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ ഹൗറ സ്റ്റേഷൻ വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ബിൽഡിങ്ങും ഹൗറ സ്റ്റേഷൻ്റെതായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. പഴയ ബിൽഡിങ്ങും മോഡലിൽ തന്നെ പുതിയ ബിൽഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ട് പരിസരമൊക്കെ കണ്ട് നമുക്ക് പോവാം. ഇവിടെയൊക്കെ ഒന്ന് ശുദ്ധീകരണം നടന്നിരിക്കുകയാണ്. പുതിയ സർക്കാർ, സുവേന്ദു അധികാരി BJP സർക്കാർ വന്നപ്പോൾ ഇവിടെയൊക്കെയുള്ള ഇത് ഹൗറ ബസ് ഡിപ്പോയാണ് കാണുന്നത്. ഹൗറ ബസ് ഡിപ്പോ വളരെ വിശാലമായ ബസ് ഡിപ്പോ. രണ്ടു വശത്ത് നിന്നും വണ്ടി വന്ന് കയറ്റി ആൾക്കാരെ കയറ്റിപ്പോ. ഹൗറ പാലമാണ്, ഹൗറ ബ്രിഡ്ജാണ് നേരെ അപ്പുറത്ത് കാണുന്നത്. നമുക്ക് ഇതിന്റെ വീഡിയോ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ കാണുക മുഴുവനായി. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്, ഈ ഹൗറ പരിസരം, സ്റ്റേഷൻ പരിസരമൊക്കെ വൃത്തിഹീനമായ രീതിയിൽ കുട്ടിക്കടകളും അടുക്കി അങ്ങനെ. ഇപ്പൊ 6 മണിയോളം ആയിരിക്കുന്നു, സന്ധ്യയായി. എന്നാലും വെളിച്ചമുണ്ട്. നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് സമ്മാനിക്കാമെന്ന് വിചാരിക്കുന്നു. ഹൗറ സ്റ്റേഷൻ അതിപുരാതന ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇന്നും അതായത് 1.5 ലക്ഷത്തിൽ പരം യാത്രക്കാർ ദിവസേന യാത്ര ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് ഈ ഹൗറ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ കൽക്കട്ടയുടെ മുഖമുദ്ര തന്നെയാണ് ഹൗറ സ്റ്റേഷൻ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ പരിസരമെല്ലാം ഇവിടെ ക്ലിയർ ആക്കി കൊണ്ടിരിക്കുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാം പെട്ടിക്കടകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്ത് അതിന്റെ ഫ്രണ്ടിലൊക്കെ അതിന്റെ മെയിൻ അതിന്റെ വെളിയിലെല്ലാം ഇവിടെ എല്ലാം ഈ കാണുന്നിടത്തെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നീക്കം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നല്ല ഒരു ദൃശ്യം കാണാം ഹൗറ സ്റ്റേഷന്റെ. അപ്പോൾ ഇതെല്ലാം നീക്കിയെങ്കിലും ഇവിടെയൊക്കെ ഇപ്പോഴും ഈ പരിസരത്തൊക്കെ ഇവിടെയൊക്കെ പൊതുവെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മള് കാലിക്കുപ്പികളും അതുപോലെ സാധനങ്ങൾ പോലീസ് ഇറക്കി എല്ലാവരെയും മാറ്റുകയാണ്. അതായത് അവിടെ വന്നു കൂടി അവിടെ കച്ചവടം നടത്താൻ പോകുന്ന ആൾക്കാരെയൊക്കെ ചെറിയ തോതിൽ അവിടെയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും കച്ചവടങ്ങളൊക്കെ. എന്നിരുന്നാലും അതായത് സ്വന്തം കൊട്ടയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ അവിടെ ഇരുന്നൊക്കെ വിൽക്കുന്നവർ, സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ ഒക്കെ അതൊക്കെ ചെയ്ത് തിരിച്ചു പോകുന്നുണ്ട്. അവർ പോലീസ് വന്നാൽ എണീറ്റ് അത്രയും കൊണ്ട് അങ്ങ് പോകും. സ്ഥിരമായിട്ട് പാലം ഏകദേശം അടുത്ത് നിങ്ങൾക്ക് കാണാം. ഇതിന്റെ ഒരു ഭംഗി വളരെ വലുതാണ്. ഇതിന്റെ വീഡിയോ ഇതിന് ശേഷം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഹൗറ സിറ്റി പോലീസ് ഇവിടെ നിരന്തരം ജാഗ്രതയോടെ ഉണ്ട്. ഇവരെയൊക്കെ ക്ലിയർ ആണ്. എന്നാലും ഈ കച്ചടകൾ, അതായത് ഈ പേപ്പറുകളും ഒക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്ന രീതി ഇപ്പോഴും നമ്മുടെ ഒരു ആൾക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ്. അത് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ രാജ്യം വൃത്തിഹീനമായി തന്നെ തുടരും. അപ്പോൾ എപ്പം ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാ സമയവും ഒരുപോലെ ക്ലീൻ ചെയ്യില്ല. അപ്പോൾ അത് നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് അടിഞ്ഞുകൂടി കിടക്കണ. നല്ല കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണ് ഈ കൊൽക്കട്ട എന്ന് പറയുമ്പോൾ. സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന കാറ്റ് അത് ശക്തമായി വീശി ഇതൊക്കെ അത് അടിഞ്ഞുകൂടിയൊക്കെ കിടക്കും. എന്തായാലും ഞങ്ങൾ സ്റ്റേഷൻ പരിസരത്തുകൂടി ഇങ്ങനെ കറങ്ങി നടന്ന് സ്റ്റേഷനുള്ളിലേക്കുള്ള കാഴ്ചകൾ കാണിക്കാം. ഹൗറ സ്റ്റേഷനുള്ളിലേക്ക് ഈ ചരിത്ര പ്രാധാന്യം വഹിക്കുന്ന ഈ ഹൗറ സ്റ്റേഷനിലെ ഏകദേശം ഒരു ഭാഗം, ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ സ്റ്റേഷന്റെ പരിസരത്തുകൂടി തന്നെ പോകുമ്പോൾ അവിടെ മുമ്പ് പറഞ്ഞ പോലെ കുട്ടകളിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്ത്രീജനങ്ങളൊക്കെ വിൽക്കുന്ന പരിപാടികളൊക്കെ കണ്ടു. മറ്റ് പെട്ടിക്കടകളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളും ആ ഹൗറ സ്റ്റേഷന്റെ
അകം എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കി പോകാം. അകത്തോട്ട് കയറുകയാണ്. स्टेशन पे जाना होगा और ट्रेन जाने के അപ്പോൾ लिए ഇത്രയും ജനങ്ങള് എൻ്റെ കൂടെ വന്ന ആള്, അപ്പോൾ അദ്ദേഹം നമ്മുടെ എൻ്റെ മകളുടെ ബ്രദറിൻ ലോയാണ്. അപ്പം മകളെ കല്യാണം കഴിച്ച ആ മകളുടെ മരുമകന്റെ ബ്രദറിൻ ലോയാണ്. ഇത് ആൾക്കാരിങ്ങനെ ഒഴുക്കി എപ്പോഴും ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിവിടെ വന്ന് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഇത് ലോക്കൽ ട്രെയിൻ സന്ധ്യ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സന്ധ്യയായി 6 മണിക്ക് ശേഷമുള്ള സമയമാണ്. ഏകദേശം ഓഫീസ് കഴിഞ്ഞ് വരുന്നവരൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയ മുംബൈ ഇലക്ട്രിക് സബർബൻ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് പോലെ തന്നെ ഇവിടെ ഏകദേശം പറഞ്ഞ പോലെ ഇലക്ട്രിക് ട്രെയിൻ സർവീസാണ്. അപ്പൊ അതിലേക്ക് പോകാനുള്ള യാത്രക്കാരുടെ തിരക്കായി കൂടുതലും നമ്മൾ കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിലേക്ക് പോകാനുള്ള യാത്രക്കാരും ഒപ്പം ഉണ്ടാവും. എന്തായാലും കൂടുതലും ഈ സമയം അവര് പെട്ടെന്ന് അവരുടെ ലോക്കൽ ട്രെയിൻ പിടിക്കാനായിട്ടുള്ള തിരക്കിലാണ്. ഇവിടെ നിന്ന് നമുക്ക് അതിന്റെ ഒരു ദൃശ്യം കാണാം. ലോക്കൽ ട്രെയിനിന്റെ ഈ ലോക്കൽ ട്രെയിൻ പുറപ്പെടാറായി ആ സമയത്ത് ആ ട്രെയിൻ തന്നെ പിടിക്കാനായിട്ടാണ് ആൾക്കാർ ഓടിക്കുന്നത്. ഇത് മിനിറ്റുകൾക്ക് ശേഷം വേറെ ലോക്കൽ ട്രെയിൻ കാണും. എന്നിരുന്നാലും എല്ലാവരും തിടുക്കക്കാരാണല്ലോ. അപ്പോൾ എന്തായാലും നേരത്തെ വീട്ടിലെത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ അത് ഒരു ദൃശ്യം ഇവിടെ വ്യക്തമായിട്ട് കിട്ടിയിരിക്കുകയാണ്. അകത്തോട്ട് ഞങ്ങൾ കടക്കുന്നില്ല, കാരണം അവിടെ ട്രെയിൻ ടിക്കറ്റോ അല്ലെങ്കിൽ നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റോ എടുക്കാതെ അകത്തോട്ട് കയറാൻ പാടില്ല, അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണിക്കുന്നത്. ഹൗറ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോ അത് വിപുലീകരിച്ച് വളരെ വലുതാക്കിയിട്ടുണ്ട്. ആദ്യം 22 പ്ലാറ്റ്ഫോംസേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിയുന്നത്. അതിനുശേഷം 25 പ്ലാറ്റ്ഫോമുകളായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഏകദേശം 25 പ്ലാറ്റ്ഫോമുകൾ ഈ സ്റ്റേഷനിൽ തന്നെയുണ്ട്, ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിനും സബർബൻ സർവീസിനും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. ഏകദേശം 20 പരം ട്രാക്കുകളും ഉണ്ട് ഈ ഹൗറ സ്റ്റേഷനിൽ. അപ്പോൾ നമ്മളെ ബ്രിട്ടീഷ് സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി തുടങ്ങിയ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായിട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്റ്റേഷനായിട്ട് ഇപ്പം ഞങ്ങൾ ഒരു കാപ്പി കുടിക്കുന്നു. എന്തായാലും ഇവിടുന്ന് ഒരു കാപ്പി സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ച് ചൂട് കാപ്പി കുടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് ഇറങ്ങി പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ ആ സൈഡിൽ കുട്ടയിൽ വെച്ചിരിക്കുന്ന നാരങ്ങ ഒരു 6 എണ്ണം 20 രൂപയ്ക്ക് കിട്ടി. നല്ല മുഴുത്ത വലിയ നാരങ്ങ. അപ്പോൾ അത് വാങ്ങി എന്തായാലും ഞങ്ങൾ തിരിച്ചിറങ്ങി പോകുന്നു. അപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നേരെ വന്നത് ബസ് ഡിപ്പോ. ഇവിടുന്ന് മുമ്പേ കണ്ട ബസ് ഡിപ്പോ അല്ല, കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ AC ബസ്സസ് ഒക്കെ കിട്ടുന്ന, അതായത് സിറ്റി സർവീസുകൾ. ലോങ് ഡിസ്റ്റൻസ് ആണ് മുമ്പേ കണ്ട ഡിപ്പോ. അപ്പോൾ കുറച്ചുകൂടി ദൂരം ഉള്ള സർവീസുകൾ പോകുന്നതാണ്. ഇത് സിറ്റി ബസ് സർവീസ് പോകുന്നതാണ്. എയർപോർട്ടൊക്കെ വരെയുള്ള ബസ്സുകൾ പോകുന്ന ബസ് ഡിപ്പോയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ടത് വാക്മാരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. വാക്മാരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ബസ് പിടിക്കാനായിട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഇതിലേ പോകും. വെസ്റ്റ് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വിശാലമായ വലിയൊരു AC ബസ് അവിടെ ചാടി അതിലേക്ക് കയറാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. കാരണം അതിൽ AC സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്ത ആളുകളൊന്നുമില്ല, ആരും കയറാനില്ല. നോക്കിയപ്പോൾ ഞങ്ങൾ നേരെ കയറുക. അവിടെ ചെന്നപ്പോൾ ബസ്സിന്റെ റൂട്ടൊക്കെ നോക്കി. അപ്പോൾ നമുക്ക് പോകാനുള്ള റൂട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ അതിന്റെ പോകുന്ന വഴികളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കങ്കൂർഗാച്ചി എന്ന് പറയുന്ന ആ റൂട്ടാണ് ഞങ്ങളുടെ. കങ്കൂർഗാച്ചി എന്ന് പറയുന്ന അവിടെ ഇറങ്ങിയിട്ടാണ് നമുക്ക് വാഗ്മാരിയിലേക്ക് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ബസ്സിൽ ഇറങ്ങിയാൽ അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് ആ ബസ് 1/2 മണിക്കൂർ കഴിഞ്ഞേ വിടുകയുള്ളൂ കൂടി. അപ്പൊ എന്തായാലും തൊട്ട് മുന്നിൽ വേറെ AC ബസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പൊ എന്തായാലും ഈ ബസ്സിനകത്തെ ഒരു വിശാലമായ സൗകര്യം ഞാൻ കാണിക്കുകയാണ്. നല്ല ബസ്സാണ്, വെസ്റ്റ് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ. അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാൻ അടുത്ത ബസ്സുണ്ട്, പക്ഷെ അതിൽ കയറാം എന്ന് പറഞ്ഞു. ഇത് 25 മിനിറ്റ് താമസിച്ചേ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതായിരിക്കും ആദ്യം പോകുന്നത്, അതായിരിക്കും അവരങ്ങനെ പറഞ്ഞു. എന്തായാലും അതിലേക്ക് കയറാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് അടുക്കുകയാണ് ആ ബസ്സിലേക്ക്. അവിടെയും യാത്രക്കാരൊക്കെ ഏകദേശം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ബസ്സിൽ.
അത് ആ ബസ്സും ഇതേ റൂട്ട് തന്നെ അല്ലെന്ന് തോന്നുന്നു. റൂട്ട് വേറെ റൂട്ടിൽ പോകുന്ന ബസ്സാണ്. എന്തായാലും നോക്കിക്കറാം. ഹൗറ പാലം അതിന്റെ താഴ്വശമൊക്കെ അതിന്റെ മുകൾവശം അതിന്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതിന്റെ മേളിൽ കൂടെ കയറിയാണ് ഈ ബസ് തിരികെ പോകുന്നത്. അപ്പൊ ഞങ്ങൾ അതിലേക്ക് കയറി. സീറ്റൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വലുതായിട്ട് ആളൊന്നും കയറി തുടങ്ങിയിട്ടില്ല. ഇത് സമയമുണ്ട് പോകാനായിട്ട്. അതുകൊണ്ടാണ് 15 മിനിറ്റിനുള്ളിൽ വിടും എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഒരു സൈഡ് സീറ്റ് തന്നെ പിടിച്ചു. അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് കയറിയിരുന്നു. അപ്പോൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ സ്ഥലം ചുറ്റിക്കണ്ട് വീഡിയോ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എന്തായാലും അടുത്ത വീഡിയോ വരുന്നതുവരെ കാത്തിരിക്കുക. അടുത്ത വീഡിയോ ആരും മിസ് ചെയ്യരുത് കാണാനായിട്ട്. അടുത്ത വീഡിയോ വരുന്നേക്ക് വരെ നന്ദി. വീണ്ടും കാണാം. ഹൗറ പാലത്തിന്റെ ദൃശ്യവും അത് അവിടുത്തെ ലോഞ്ച് സർവീസുമാണ് അടുത്ത വീഡിയോയിൽ. തീർച്ചയായും ആ വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.